ഉപ്പച്ചി വരും ഇൻഷാല്ലാ. കേസുണ്ടല്ലോ ഇനി 20-ാം തീയതി കേസുണ്ട്, 12-ാം തീയതി കേസുണ്ട്, നാളെ കേസുണ്ട്. അപ്പം നമുക്ക് പറയാം, പഠിച്ചവനോട് പറയാം കേസ് സത്യം ചെയ്യിക്കാൻ, അനുകൂലമായിട്ട് വരാൻ കേട്ടോ. ഉപ്പച്ചി എന്താ എന്നും ഫോൺ ചെയ്യുമ്പോൾ പറയാം നിങ്ങളോട് മൂന്നാളോടും, ഉപ്പച്ചി നിങ്ങളൊക്കെ പ്രതീക്ഷിച്ച പോലത്തെ നല്ല നിലയിലെത്തണം, ഉപ്പച്ചി ഇവിടെയാണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പഠനത്തിലും ഒന്നിലും ബാക്കിക്ക് പോവരുത് എന്ന് പറഞ്ഞു തന്നില്ലേ. അപ്പോൾ അതേപോലെ നല്ലോണം പഠിക്കണം കേട്ടോ. ഒരു വക്കീലാവാൻ പറഞ്ഞില്ലേ. എന്നിട്ട് പാവങ്ങളെ ആ जस्टिस नहीं मिल रहा आपको? क्या जस्टिस चाहते हो तुम? क्या जस्टिस चाहते हो? जस्टिस चाहिए मुझे। अभी भी हमारा संविधान में भरोसा है, बट जस्टिस डिलेड। जस्टिस डिलेड। दिस इज फेक केस, कंप्लीटली फेक केस। ചെറിയ മോള് ഭയങ്കര കരച്ചിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. എന്താ വെച്ചാൽ കാരണം സിദ്ദിഖെ ഇട്ട പോലെ എന്നെയും അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പേടി അവൾക്ക് എപ്പോഴും ഉണ്ട്. ആ ഒരു പേടിയിൽ നിന്നാണ് എന്നെ വിടൂല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം അവൾ നിർബന്ധമായിട്ടും ഞാൻ പോരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് മോളെ കൊണ്ടുവന്നത്. ഇവനൊക്കെയാണ് നെക്സ്റ്റ് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് സീനിയർ അഡ്വക്കേറ്റിനെ ഒന്നും കൂടി കാണാം. കേസ് ഇപ്പോൾ ചാർജ് ആയല്ലോ, അതിന്റെ കാശ് കൊടുക്കണം. അത് കഴിഞ്ഞ് IB സിംഗിനെ കണ്ടുകൊണ്ട് പോകാം. ലീവ് ചെയ്യാം. ഇവിടെ വരുന്നത് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അല്ലേ? എൻ്റെ വീട് മലപ്പുറത്ത് തന്നെ ചെമ്മാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഞാൻ ജനിച്ചത് അവിടെയാണ്. പിന്നെ എൻ്റെ പഠനകാലം അതും തിരൂരങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അവിടെ തന്നെയുള്ള ഗവൺമെൻറ് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. സിദ്ദീഖിനെ കാണുന്നത് 2002 എന്നെ കാണാൻ വന്നു. നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയാണ് കല്യാണം നടത്തുന്നത്. അന്ന് സിദ്ദീഖ ഇവിടെ തന്നെയുള്ള ഒരു പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കമ്പ്യൂട്ടർ മാഷായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ഞങ്ങൾ ജീവിച്ചു പോന്നിട്ടുള്ളത്. അത് ജേർണലിസം ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ആദ്യം തന്നെ എഴുത്തിനോടും ഇഷ്ടമുള്ളതാണ് സിദ്ദീഖക്ക്. ആ സമയത്ത് ആദ്യം ഇവിടെ തേജസ്സിലാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയത്. അങ്ങനെ കോഴിക്കോടാണ് ഒരു വർഷം കോഴിക്കോടായിരുന്നു, അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പിന്നെ അവർ ഡൽഹിയിലേക്ക് റിപ്പോർട്ടറായിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ പോയി. അവിടുന്ന് പിന്നെ തേജസ്സിൻ്റെ സുപ്രീം കോർട്ടിലെ വാർത്തകളായിരുന്നു അദ്ദേഹം കൊടുത്തിരുന്നത്. അങ്ങനെയാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. ഡൽഹി റിപ്പോർട്ടറായിട്ടാണ് അവിടെ നിന്നത്. പറഞ്ഞതായിരുന്നു 8 മണിക്ക് വിളിക്കേണ്ടി, 8 മണിയാകുമ്പോഴെങ്കിലും വിളിക്കേണ്ടതാണ് എനിക്ക്. പക്ഷെ ആ സമയത്ത് വിളിയില്ല. ആ സമയത്ത് വിളിയില്ലാതായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പെട്ടെന്നൊരു ഇൻ്റർവ്യൂയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടൊന്നുമല്ല പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. ഒന്നും വിചാരിച്ചില്ല. അന്ന് 5-ാം തീയതി രാത്രിയൊന്നും ഞാൻ ഉറങ്ങിയില്ല, ഉറക്കമൊഴിച്ച് നിന്നു. ഞാൻ ഈ ഫോണിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കണം വാട്സപ്പ് തുറക്കുക. പക്ഷേ ഈ 2:30-ക്കൊക്കെ ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് റീഡ് ചെയ്തു എൻ്റെ വോയിസും എൻ്റെ മെസ്സേജൊക്കെ. അപ്പം ഞാൻ കുറച്ചൊന്ന് ചൂടായി. എനിക്കറിയില്ലല്ലോ
ഇതെന്താണ്, ആരാണ്, പോലീസിൻ്റെ കയ്യിലാണ് ഈ ഫോണെന്ന് ഞാനറിയില്ല. പിന്നെ ആ ഫോണ് ഓഫാണ്. അതിന് ശേഷം നമ്മളടുത്ത് സത്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിങ്ങനെ മിണ്ടാതിരിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ മിണ്ടാതിരിക്കേണ്ടത്. തെറ്റ് ചെയ്തിട്ടില്ല, വാർത്ത കൊടുക്കാൻ പോയതാണ്, അതിനെന്താ? അങ്ങനെ പുറത്ത് പോയിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ. എനിക്ക് പോവേണ്ട ഒരവസ്ഥ വന്നതാണ്. അപ്പം എനിക്ക് വരില്ലാതെ വേറെ നിവൃത്തില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, ഇതേപോലെ അനുഭവിക്കുന്നവരുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളുകൾ, അതായത് ന്യൂസ് അഴിമുഖത്തിലൊക്കെ വാർത്ത കൊടുത്ത അതിലുള്ള കുറച്ച് ഭാഗങ്ങളെ മാത്രം, അതായത് ഒരുപാട് ലേഖനങ്ങൾ, ഒരുപാട് ന്യൂസ് വാർത്തകൾ എഴുതിയിൽ ഈ മുസ്ലിംസിന് വേണ്ടിയിട്ട് മാത്രമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അവർ പെറുക്കിയെടുത്തിക്കുകയാണ് അതിന്. എന്നിട്ട് അവർ പറയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുകയാണെന്ന്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എവിടെ പോയി? ബാക്കിയുണ്ടല്ലോ കുറേ, അതൊക്കെ നമുക്കത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ വേറെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ്. ഇപ്പോൾ ഉള്ളത് നിങ്ങൾ ഹിന്ദുസാണ് നിൽക്കുന്നത്. അവരാണ് ഏറ്റവും അടുത്ത അയൽവാസികൾ എന്ന് പറയാൻ അവർ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. തീവ്രവാദിയായിട്ടൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളതിൽ ഞങ്ങളെപ്പോലെ ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ട്, അവിടുന്ന് ഇവിടെയും അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ. പെരുന്നാളാണെന്നുണ്ടെങ്കിലും ആദ്യം ചോറും കറിയൊക്കെ ഇവിടെ എത്തിയിട്ട് ഉമ്മാക്ക് അവിടെ എടുക്കാൻ പാടുള്ളൂ. ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ഇങ്ങോട്ടും വരും, അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഓണത്തിനായാലും വിഷുവിനായാലും ഒക്കെ ഇനി ഇവിടെ എന്ത് പരിപാടി, കല്യാണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും പോലും ഇങ്ങോട്ടും കൂടും. അവിടെ ഞങ്ങൾക്ക് 2 പേർക്കാരെ ഞങ്ങൾ ഹിന്ദു മുസ്ലിമാച്ചിട്ടൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഒരുമയെ കൂടി കഴിഞ്ഞത്. എൻ്റെ പേര് മുസമ്മിൽ സിദ്ദീഖാപ്പൻ്റെ മൂത്തവനാണ്. എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനായിരുന്നു താല്പര്യം. എൻ്റെ പേര് മുഹമ്മദ് സുബാൻ. ഞാൻ സിദ്ദീഖാൻ്റെ 2ാമത്തെ മോനാണ്. എനിക്ക് വലുതാകുമ്പോൾ ഫുട്ബോൾ പ്ലെയർ ആവാനാണ് താല്പര്യം. അതിനോട് താല്പര്യം. ഇപ്പം പറഞ്ഞതിന് നല്ല അത് കളി ഉണ്ടായിക്കോട്ടെ, പക്ഷെ പഠിപ്പും ഒപ്പമാണെന്നാണ് പറഞ്ഞത്. എൻ്റെ പേര് മെഹനാസ്. എനിക്ക് വക്കീലാവാനാണ് ആഗ്രഹം. വെജി അതന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങൾ പെട്ടെന്ന് ഉപ്പാനെ ജയിലിലിട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു, പിന്നെ വിടുമെന്നുള്ള. പിന്നെ ഉമ്മയാണ് കുറച്ചും കൂടി ആത്മവിശ്വാസം എത്തുന്നത്. വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം നോക്കി അടുക്കളയിലും ഇവരിൽ തന്നെ ഉള്ളൊരു ഇതായിരുന്നു. ഇപ്പോൾ വീട്ടിൽ നിന്ന് നോക്കണം, പുറത്തു പോകണം, ഈ കേസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണം. ചില ദിവസങ്ങളിലൊക്കെ എല്ലാവരും കേസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ തന്നെ ഉണ്ടാവില്ല, അവിടോട്ടും ഓടിക്കൊണ്ടിരിക്കില്ല. ആവശ്യപ്പെടുന്നു, കാപ്പനെ വിട്ടയക്കുക, കാപ്പനെ വിട്ടയക്കുക. ജാമ്യം ഏറ്റവും വലിയൊരു മനുഷ്യാവകാശ ലംഘനമാണ്. യൂണിയനുണ്ട്, KUWJ യൂണിയനുണ്ട്. അന്നും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ അവരോടാണ് എല്ലാ കാര്യങ്ങളും പറയാറും. പിന്നെ ഐക്യദാർഢ്യ സമിതിയുണ്ട്, പിന്നെ ചെക്കുട്ടി സാറ്, അങ്ങനെ ഒരാളുകളുണ്ട്. അന്നും ഇന്നും അവരെൻ്റെ കൂടെ എനിക്ക് സഹായമായിട്ട്, എൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ടൊക്കെ എൻ്റെ പിന്നിൽ ഓരാണുള്ളത്. She was arrested on 5th of October 2020. So Kerala Union of Working Journalists, they contacted me, here is an issue, what is to be done? Because the foundation of, the basis of the Kerala Union of Working Journalists is in Delhi. It is not just the arrest of Mr. Kapan, but it is an issue of arrest of a journalist. പക്ഷേ അത് ജഡ്ജി പിന്നെ നിർബന്ധിച്ച് CDR കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിടിപ്പിച്ചു. Okay, he along with others were arrested and initially accused in some minor offences. Subsequently serious offences were added. I am not using the word frame, but I am using the word he should have been given the benefit of doubt unless and until there are some substantial evidence against him. To my knowledge, based on the available records, I have not seen anything to fix him for these offences.
ഇപ്പം ഇനി മുന്നോട്ട് പോണത് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ചെക്കുട്ടി സാർ ഉണ്ടാവും, ഐക്യദാർഢ്യ സമിതിയിലുള്ള അംഗങ്ങളുണ്ടാവും, പിന്നെ യൂണിയൻ്റെ ആളുകൾ ഉണ്ടാവുമായിരിക്കും. അങ്ങനത്തെ പണിയൊക്കെ എടുപ്പിക്കും. ഞാൻ ലക്നൗ പോയ ശേഷം പിന്നെ അവരായിട്ട് കൂടി ആലോചിച്ച ശേഷമാണ് പോയിട്ടുള്ളത്. അവരാണ് എല്ലാ ഹെൽപ്പും ചെയ്തിന്, ഐക്യദാർഢ്യ സമിതിയും യൂണിയനും. അപ്പോൾ അതിന് ശേഷം കണ്ടിട്ടില്ല, കണ്ട് സംസാരിച്ചിട്ടില്ല ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതും, കേസിൻ്റെ കാര്യങ്ങൾ, കാശിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ട് സംസാരിക്കുക, ചർച്ച ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ്. Okay, how was the trip? എങ്ങനെയായിരുന്നു യാത്ര? യാത്ര കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ സിദ്ദീഖിനെ കാണൂലെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്, കാണാൻ പറ്റി. അവിടെ എത്തോളം കാണൂല എല്ലാവരും പറഞ്ഞു. 1.5 വർഷം meeting her husband in Lucknow jail. It's a big event. എങ്ങനെയുണ്ട് പുള്ളി? How is he? മെലിഞ്ഞിട്ടുണ്ട് ആള്. പക്ഷെ ആള് ക്ഷീണിതനല്ല, പക്ഷെ നമ്മളെ കണ്ട ആ ഒരു ഇതുണ്ടല്ലോ, മോളായിരുന്നു നിന്ന്. നമ്മൾ കാണൂലെന്ന് പറഞ്ഞിരുന്നല്ലോ അവളെ. He was mainly reporting from Supreme Court of India. So most of his stories were focused on the problems the Indian minorities, Dalits and other people were facing. This is a clear-cut case of framing of a journalist for doing his professional work. There is no other. Do they have any kind of evidence, any kind of, even a shred of evidence that he has been involved in any kind of activity, illegal activity, terrorist activity? His only weapon was a pen, nothing else. They could not find anything. And Kapan's case is not the first one, and this is not the last one. It is part of an ongoing concerted effort on the part of the authorities to silence the media, especially the independent media practitioners, people having a good stature, people who are journalists, who are adhering to the values of journalism. നീതിന്യായ കോടതി ഡിലേ ആണ്, അതാണ് വിഷയം. ഡിലേ ആണ്. എനിക്ക് വിശ്വാസമുണ്ട് അത് സത്യം തെളിഞ്ഞ് പുറത്ത് വരുന്നുള്ളത്.